കുട്ടിപ്പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ +971 5263 10876. അച്ഛമ്മ അച്ഛമ്മ നീ എങ്ങോട്ടടി ഒരുങ്ങി കെട്ടി? ഞാൻ എന്റെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ പോവാ. ഏത് ഫ്രണ്ട്? അച്ഛമ്മ പണ്ട് എന്റെ കൂടെ സ്കൂളിൽ പഠിച്ചില്ലേ ഒരു ഐശ്വര്യ, അവള് ബാംഗ്ലൂരിൽ നിന്ന് വന്നിട്ടുണ്ട്. അവള് ബാംഗ്ലൂരിൽ നിന്ന് വന്ന അവക്ക് ഇവിടെ വന്ന് നിന്നെ കണ്ടൂടെ? എന്തോ അച്ഛമ്മ ഇങ്ങനെ കുത്തി കുത്തി ചോദിക്കുന്നേ? കുത്തി എന്ന് പറഞ്ഞാ പിന്നെ കാര്യങ്ങൾ അറിയണ്ടേ? നീ ആശയോട് പറഞ്ഞോ? ഞാൻ അമ്മേനെ വിളിച്ച് പറഞ്ഞായിരുന്നു. പക്ഷെ അമ്മയ്ക്ക് ഇപ്പോഴും ദേഷ്യം അച്ഛൻ മറ്റേ കടുവ പിടിക്കാൻ പോയതിന്റെ. കടുവയുടെ കാര്യമൊക്കെ കഴിഞ്ഞിട്ട് എത്ര കാലമായി? അപ്പൊ ഇങ്ങോട്ട് വന്നെന്തോ? അത് അച്ഛമ്മ വിളിച്ചു പോയി. എപ്പം വരും? ഞാനൊരു വൈകുന്നേരമൊക്കെ ആവും. വൈകുന്നേരമോ? വൈകുന്നേരം വരെ എന്തോ അടി പരിപാടി? അച്ഛമ്മ അവിടെ പോയി വെറുതെ ഇരുന്നാ മതി, ഞങ്ങൾക്ക് കറങ്ങാനൊക്കെ പോകണ്ടേ. എന്തൊക്കെയാന്ന് പറഞ്ഞാലും പെട്ടെന്ന് ഇങ്ങോട്ട് വരണം. വൈകുന്നേരം വരെ അവിടെ എന്തോ കാണിക്കാൻ. ചെന്നൈ നിന്നാ മതിയായിരുന്നു, ഇവിടെ വരണ്ടായിരുന്നു. എല്ലാം പറഞ്ഞായിരുന്നോ? മക്കളും എല്ലാം പറഞ്ഞോ? ഇല്ല. നേരം വൈകുന്നേരം മുന്നേ വീട്ടിൽ വന്നോണം പല്ലവി. നോക്കാം. കളിക്കാൻ നിക്കല്ലേ? അമ്മ ഒരു കട്ടൻ ചായ തരുമോ അമ്മ? നീ ഇപ്പോഴല്ലേ കട്ടൻ ചായ കുടിച്ചിട്ട് പോയത്? അതെ, അപ്പൊ പെട്ടെന്ന് മഴ വന്നില്ലേ, മഴ വന്നപ്പോ എനിക്ക് ഒരു ചായ കൂടെ കുടിക്കാൻ തോന്നി. നീ ഒരെണ്ണം കുടിച്ചാൽ മതി പോ. അല്ലമ്മേ, പല്ലി ചെയ്ത് കൂട്ടുകാരുടെ വീട്ടിലാവേ. ഐശ്വര്യ എന്ന് പറഞ്ഞ ഒരു കൊച്ച് ബാംഗ്ലൂരിൽ നിന്ന് വന്നിട്ടുണ്ട്. അവളെ കാണാനെന്ന് പറഞ്ഞാ പോയത്. ആണോ? നാത്തു ഇവിടെ ഇല്ലാത്ത സ്ഥിതിക്ക് അമ്മ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാ. അതെന്താടി ഇപ്പൊ അങ്ങനെ ഒരു സംസാരം? അല്ല, നാത്തു ഇല്ലല്ലോ, അപ്പൊ പിള്ളേരുടെ ഫുൾ ഉത്തരവാദിത്തം അമ്മയ്ക്കാണല്ലോ. നിനക്ക് അങ്ങോട്ട് ശ്രദ്ധിച്ചാന്തോ പിള്ളേരെ? ബെസ്റ്റ്. എനിക്ക് ഉള്ള ഒരെണ്ണത്തിനെ തന്നെ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല, അപ്പോഴെങ്കിൽ ഇതുങ്ങളെല്ലാം കൂടെ. നീ ചുമ്മാ അതൊന്നും പറഞ്ഞു മനുഷ്യനെ പേടിപ്പിക്കാമെങ്കിൽ അവള് ഫ്രണ്ടിനെ കണ്ടിട്ട് ഇങ്ങ് വന്നോളൂ. വന്നോളൂ. ഞാൻ ഒന്നും പറഞ്ഞില്ല. അമ്മയുടെ വിശ്വാസം അമ്മേനെ രക്ഷിക്കട്ടെ. എന്റെ വിശ്വാസം എന്നെ രക്ഷിക്കും. അല്ലെങ്കിൽ പല്ലവി കൊച്ചൊന്നും അല്ലല്ലോ. പോയിട്ട് അവൾക്ക് തന്നെ വരാനൊക്കെ അവൾക്ക് അറിയാം. എൻ്റെ അമ്മയെ കൊച്ചല്ല, അതാണ് ഈ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അമ്മ ആണ് പെണ്ണ് വ്യത്യാസമൊന്നുമില്ല. ഈ പ്രായത്തിലുള്ള കുട്ടികളെ നമ്മൾ മുതിർന്നവരുടെ 2 കണ്ണും ഉണ്ടാവണം. എന്താ എപ്പോഴാ സംഭവിക്കുന്നതെന്ന് അറിയില്ലല്ലോ. ഈ ലോകത്ത് എന്തൊക്കെയാണ് അമ്മ നടക്കുന്നത് എന്നൊക്കെ പറഞ്ഞൂടാ. എന്നാലും അവള് ഫ്രണ്ടിന്റെ വീട്ടില് ഓരോന്ന് മനുഷ്യന്റെ ഉള്ള സമാധാനം കൂടെ കളയാനായിട്ട് എണീച്ചിങ്ങ് വന്നോളൂ. നീ എന്തോ ഇപ്പൊ അവിടെ തപ്പുന്നത്? അല്ല അമ്മ, നല്ല മഴ, വല്ലതും തിന്നാനെങ്കിലും തരൂ. ഇവിടെ എന്തെങ്കിലും മുറുക്ക് പോലെയുള്ള സാധനങ്ങൾ മേടിച്ചു വെക്കുന്നത് വല്ല മനുഷ്യരും പെട്ടെന്ന് കയറി വന്നാൽ അവർക്ക് എടുത്ത് കൊടുക്കാനല്ല, നിനക്ക് തിന്നാനല്ല. ഈ അമ്മ എന്തിനാ ഇനി ചൂടാവുന്നത്? ഇവിടെ നാത്തോ സുമയൊന്നും എടുക്കുമ്പോ ഈ തുള്ളൽ കണ്ടിട്ടില്ലല്ലോ. നാത്തോ സുമ എടുത്ത് അത് തീർക്കാറില്ല പിങ്കി. അവർ 1 2 എടുത്തിട്ട് തിരിച്ചു വെക്കും. സുമ തീർക്കാറുണ്ട്, എന്നാലും നാത്തൊന്നും അങ്ങനത്തെ പണിയൊന്നും ചെയ്യാറില്ല. അപ്പൊ സുമ തീർക്കാറുണ്ട്, എന്നിട്ട് അവന്റെ അടുക്ക തുള്ളുന്ന കണ്ടിട്ടില്ല. ഭേദം പാടില്ല. അതെ, നമ്മുടെ പല്ലവി അവിടെ കൂട്ടുകാരെ കാണാൻ പോകുന്ന കാര്യമെല്ലാം നിന്നോട് വിളിച്ചു പറഞ്ഞായിരുന്നോ? ഇല്ലേ? അവിടെ മറ്റേ ബാംഗ്ലൂരിൽ നിന്ന് വന്ന ഐശ്വര്യ എന്ന് പറഞ്ഞ അവിടെ പഠിച്ചൊരു കൊച്ചിന്റെ വീട്ടിൽ പോകുന്ന പറഞ്ഞായിരുന്നല്ലേ? കുഴപ്പമൊന്നുമില്ല. എന്ത് കുഴപ്പം? അല്ല, നീ നിന്നെ വിളിച്ച് പറഞ്ഞെന്ന് പറഞ്ഞോണ്ടാ പിന്നെ അമ്മ അവളോട് കൂടുതലൊന്നും ചോദിക്കായിരുന്നു. അതൊക്കെ പോട്ടെ, നീ എന്നാ ഇങ്ങോട്ട് വരുന്ന? എന്റെ പൊന്നാശ, ഉത്തമന്റെ ആയിട്ടുള്ള പിണക്കം, അവന്റെ കടുവ പ്രശ്നമൊക്കെ തീർന്നില്ലേ? നീ ഇങ്ങോട്ട് വാ. എനിക്കാണെ നീ ഇല്ലാഞ്ഞിട്ട്. ശരി, ശരി. അച്ഛാ, അച്ഛാ, ഞാൻ ഒരു കാര്യം പറയട്ടോ? അച്ഛാ, ഇനിയില്ലേ പറയടാ അങ്ങോട്ട്. നമുക്കൊരു ആമയെ വാങ്ങിയല്ലേ? ആമേ? എന്തിനാ അച്ഛാ? എന്റെ കൂട്ടുകാരന്റെ വീട്ടിൽ വലിയൊരു ആമയുണ്ട്. അത് കണ്ടപ്പോ എനിക്കൊരു ആഗ്രഹം. ആമ ഉള്ള വീട്ടില് പാമ്പ് വരുന്നാണ് മക്കളെ പറയണേ. എന്നാ വേണ്ട. ചുമ്മാ പറയണല്ലേ. പണ്ടേ അച്ഛൻ ഇങ്ങനെ പറയായിരുന്നു, ഒരു മൈനയെ കണ്ട അടി കിട്ടും, 2 മൈനയെ കണ്ട അടി കിട്ടൂലെന്നൊക്കെ. അന്ധവിശ്വാസമാണ്, വെറുതെ. എന്നാ പിന്നെ നമുക്കത് വാങ്ങിയല്ലേ? സാധിച്ചു കളയാം, വാങ്ങാം. പക്ഷെ എനിക്ക് സംശയം, അമ്മയും അച്ഛമ്മേനെ സമ്മതിക്കൂ? അവരെ നീ നോക്കണ്ട, നമുക്ക് ആമയെ വാങ്ങിച്ചു കളയാം. ഓക്കെ. നിനക്ക് ഏത് തരത്തിലുള്ള ആമയാണ് വേണ്ടേ? എന്റെ ബുക്കിലൊരു പടം ഉണ്ട് വെച്ചാ, അങ്ങനത്തെ ആമ മതി. അത് മതി. കാണിച്ചോ? ബുക്ക് അവളെ ബാഗല്ലേ അത്? പല്ലവിയുടെ അങ്ങ് പോയത്? അച്ഛാ, ചേച്ചിയായിട്ട് എടുത്ത് വെച്ചതാണ്. നിന്റെ ബുക്ക് അതിൻ്റെ അകത്താണ് എടുത്ത് വെക്കണം. മക്കളെ അത് പോയി അവള് വല്ലം വിളിച്ച് പറയും, അവിടെ പോയി അവിടെ പോയി. എടാ, അതിൻ്റെ അകത്ത് കൈ ഇടല്ലേ, പല തലയോട്ടിയ അല്ലും കഷ്ണം അങ്ങനെ കിട്ടും. അച്ഛാ, പുതിയൊരു പണി വരുന്നുണ്ടോന്ന് തോന്നുന്നു. അച്ഛാ, എന്തോന്ന് പണി? ഗിഫ്റ്റ് കണ്ട? ഗിഫ്റ്റ്
എടാ അവളെ കൂട്ടുകാരികൾ വല്ലതും കൊടുത്തായിരിക്കും എടാ അവിടെ വയ്യടാ ഈ ചെറുക്കന്റെ കാര്യം. അത് ശരി. ഇന്നലെ ദിവസം എന്റെ ബുക്കിൽ നിന്ന് ഒരു ലെറ്റർ കിട്ടിയപ്പോ എന്തൊരു പ്രശ്നമായിരുന്നു. ഇത് കുഴപ്പമില്ലല്ലേ? എടാ അവള് മുതിർന്ന കുട്ടിയല്ലേ. ആണ്ടച്ചാ മുതിർന്ന കുട്ടികൾക്ക് വഴിയേറ്റി കൂടി. നോക്കട്ടെ എന്തോ നോക്കണം. അച്ഛാ ഇതിനകത്ത് എന്തോ തമിഴിൽ എഴുതി വെച്ചേക്കുന്നു. അച്ഛനൊന്ന് വായിച്ചു നോക്കിയാണ്. അയച്ചോ. എങ്ങനെയാടാ തുറക്കണ? എടാ ഇത് തമിഴടാ. അച്ഛന് തമിഴ് വായിക്കാറുകൂടെ? തമിഴ് വായിക്കാറുണ്ട്, പക്ഷെ പറയാൻ പറ്റും എനിക്ക്. പറയുന്ന പോലെ വായിച്ചാൽ മതി. എടാ ഇത് പിള്ളേരെ കണ്ട എഴുതി കൊടുത്ത എന്തോ നോട്ടം കണ്ടാണ്. നീ അങ്ങ് വൈ. പിന്നെ ഗ്രീറ്റിംഗ് കാർഡിനകത്തല്ലേ നോട്ട് എഴുതി വെക്കുന്ന? ഞാൻ പറഞ്ഞു അതിൻ്റെ അകത്ത് വയ്ക്കാം. വച്ചിട്ട് പോ. ഞാൻ വയ്ക്കാം. ഞാൻ അന്നേ പറഞ്ഞാണ് ചേച്ചി ചെന്നൈ വിട്ട് പഠിപ്പിക്കില്ലേ. ഇപ്പൊ കുടുംബം മൊത്തവും തമിഴ് പഠിക്കേണ്ട അവസ്ഥയായിട്ട് വരെയാണ്. നീ വന്ന് ചെല്ലി നീ ചെല്ലിപ്പോ എടുത്ത് വെച്ചിരിക്കുന്ന മകളെ ചെല്ല്. ഞാൻ പറഞ്ഞു മിണ്ടായിരിക്കാൻ. ഞാൻ പോടും.